കേരള ക്രിക്കറ്റ് ലീഗിൽ വിജയവഴിയിൽ തിരിച്ചെത്തി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. ട്രിവാൻഡ്രം റോയൽസിനെ 9 റൺസിനാണ് കൊച്ചി പരാജയപ്പെടുത്തിയത്. അർദ്ധ സെഞ്ചുറി നേടിയ സഞ്ജുവിൻ്റെ പ്രകടനം കൊച്ചിയുടെ വിജയത്തിൽ നിർണായകമായി. വിവരങ്ങളുമായി നിഖിൽ കുമാർ ഒപ്പം ചേരുന്നു. നിഖിൽ, സഞ്ജു വീണ്ടും നന്നായി ബാറ്റ് ചെയ്യുന്നു. ബേസിൽ തമ്പിയുടെ ആദ്യ ഓവറിൽ തന്നെ മികച്ച തുടക്കം ടീമിന് വേണ്ടി ഉണ്ടാക്കുന്നു. അതിനുശേഷം അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തുന്നു. ട്രിവാൻഡ്രത്ത് 9 റൺസിന് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് പരാജയപ്പെടുത്തുന്നു. വീണ്ടും പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തിയോ കൊച്ചി? തീർച്ചയായും കൃഷ്ണരാജ്, കഴിഞ്ഞ ദിവസങ്ങളിലെ മത്സരത്തിലേറ്റ പരാജയം അത് കൊച്ചിയെ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് വലിച്ചിട്ടിരുന്നു. എന്നാൽ വീണ്ടും ഒരു ജയത്തോടു കൂടി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് വീണ്ടും പട്ടികയിൽ 1ാം സ്ഥാനത്തേക്ക് കുതിച്ചിരിക്കുകയാണ്. ഇതിൽ സഞ്ജു സാംസന്റെ പ്രകടനം അത് വളരെ നിർണായകമാണ്. തുടക്കത്തിൽ തന്നെ ടീമിന് ഗംഭീരമായൊരു തുടക്കം. ഒരു അർദ്ധ സെഞ്ചുറിയോടുകൂടി സഞ്ജു ഓപ്പണിങ്ങിൽ തന്നെ തിളങ്ങിയിരിക്കുന്നു. അതായത് തുടർച്ചയായ മത്സരങ്ങളിൽ സഞ്ജു മികച്ച ഫോമിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. 1 സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറിയും നേടി സഞ്ജു മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. ടീമിന് നൽകുന്ന കരുത്ത്, ആത്മവിശ്വാസം അതൊക്കെ എന്തായാലും വളരെ വലുതാണ്. സഞ്ജു 62 റൺസ് എടുത്താണ് പുറത്തായത്. ഒപ്പം എടുത്തു പറയേണ്ട മറ്റു ചില പ്രകടനങ്ങൾ കൂടി കൊച്ചിയുടെ ഭാഗത്തുനിന്നുണ്ട്. അന്ന് വിനൂപ് മനോഹറിൻ്റെയാണ് 42 റൺസ് എടുത്ത് സഞ്ജുവിന് മികച്ച പിന്തുണ നൽകിയ വിനൂപിൻ്റെ പ്രകടനം. ഒപ്പം നിഖിൽ തോട്ടത്തിൻ്റെ പ്രകടനവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. 45 റൺസ് എടുത്ത നിഖിലിൻ്റെ പ്രകടനവും എന്തായാലും പൊരുതാവുന്ന ഒരു ഗംഭീര സ്കോറിലേക്ക് 191 എന്നൊരു വലിയ സ്കോറിലേക്ക് എത്താൻ കൊച്ചിയെ സഹായിച്ചു. മറുവശത്ത് ബാറ്റിങ്ങിന് ഇറങ്ങിയ ട്രിവാൻഡ്രത്തിൻ്റെ കാര്യമാവട്ടെ, ട്രിവാൻഡ്രത്ത് തുടക്കം തകർച്ചയോടെയായിരുന്നു. ആദ്യ 2 ഓവറിൽ തന്നെ 2 വിക്കറ്റുകൾ തുടർച്ചയായി നഷ്ടപ്പെടുന്നൊരു സാഹചര്യം. പിന്നീട് ഇങ്ങോട്ട് മത്സരത്തിലേക്ക് അവർ ശക്തമായി തിരിച്ചു വരുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. നായകൻ കൃഷ്ണപ്രസാദിൻ്റെ ഒരു 36 റൺസ് പ്രകടനം. ഒപ്പം സഞ്ജീവ് സതീശൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടം, 70 റൺസ്, 46 മുതൽ 70 റൺസ് എടുത്ത സഞ്ജീവിൻ്റെ ഒറ്റയാൾ പോരാട്ടം. അതോടൊപ്പം അബ്ദുൽ ബാസിദിൻ്റെയും നിഖിലിൻ്റെയും പ്രകടനം ഇത് എടുത്തു പറഞ്ഞേ മതിയാകും. ഇതും ടീമിനെ അവസാനം വരെ പൊരുതുന്നതിലെത്തിച്ചു. 4 ഓവറിൽ 45 റൺസ് എന്നൊരു സ്കോറിലേക്ക്. അതായത് 2020 അത്ര വലുതല്ലാത്തൊരു സ്കോറാണ് 4 ഓവർ 45 എന്നുള്ളത്. ആ സ്കോറിൽ ഒരു വിജയം സ്വപ്നം കണ്ടിരുന്ന ട്രിവാൻഡ്രത്തിന് എന്നാൽ പിന്നീട് ഇങ്ങോട്ട് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലെത്തി. തുടർച്ചയായി വിക്കറ്റുകൾ വലിച്ചെറിഞ്ഞു. റൺസുകൾ കണ്ടെത്തുന്നതിൽ ടീം നന്നേ വിഷമിച്ചു എന്ന് പാടുകെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ട്രിവാൻഡ്രം റോയൽസ് ഒരു വിജയം കൂടി, അതായത് വിജയമുറപ്പിച്ചതിന് ശേഷമുള്ള ഒരു പരാജയം കൂടി ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്ന് പറയാം. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഇന്നലത്തെ മത്സരമായിക്കോട്ടെ, അത് മഴ മൂലം വെട്ടിച്ചുരുക്കിയ മത്സരത്തിൽ അതും അവസാന നിമിഷമാണ് 12 റൺസിനാണ് പരാജയപ്പെട്ടത്. ഇതിനുമുമ്പ് പല മത്സരങ്ങളിലും ട്രിവാൻഡ്രം റോയൽസ് മത്സരത്തിൻ്റെ അവസാന നിമിഷം വരെ മത്സരം എത്തിച്ചതിന് ശേഷം കളി കൈവിടുന്നൊരു കാഴ്ച. ഇന്നും അതിനൊരു മാറ്റം ഉണ്ടായില്ല. ഇന്നും അവസാന നിമിഷം വരെ കളിച്ചു. അവസാനം മത്സരം കൈവിടുന്നൊരു കാഴ്ചയാണ് എന്തായാലും കാണാൻ സാധിച്ചത്. ഒപ്പം ഇന്ന് അർദ്ധ സെഞ്ചുറി നേടിയ സഞ്ജു സാംസണാണ് എന്തായാലും കളിയിലെ താരം. കൃഷ്ണരാജ്.